വചനം പറയുന്നു, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ഭയം വരുന്നത് ഒരു ആത്മാവ് കൊണ്ടുവരുന്നതാണെന്ന് വ്യക്തം. അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ദൂരത്ത് നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ഫോൺ ചെയ്യുമ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ആൾക്കാർ, അവരുടെ സ്വന്തം വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ഫോണൊന്ന് കട്ട് ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ബുദ്ധി അവർക്ക് കിട്ടുന്നില്ല, അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ അറസ്റ്റായി പോകുന്നു. ഇതിന് പറയുന്ന പേരാണ് ഭീരുത്വത്തിന്റെ ആത്മാവ്. ലോണുകൾ, കടബാധ്യതകൾ, ഭീഷണികൾ, ആൾക്കാർ ചതിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, സങ്കടപ്പെടുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. കാരണം മനുഷ്യരല്ല ശത്രു, ദുരാത്മാക്കളാണ്. എങ്ങനെ ജയിക്കും? ഇവിടെ ഇതാ നല്ലൊരു വാർത്ത. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആത്മാവ്. യേശുവേ എന്നൊന്ന് വിളിക്കുക. യേശു എന്ന നാമത്തിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു, അവൻ നിങ്ങളെ രക്ഷിക്കും. യേശുവേ എന്ന് വിളിച്ച് കരയുക, പ്രാർത്ഥിക്കുക. പിശാച് കെട്ടിയ കെട്ടുകൾ പൊട്ടിപ്പോകും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ വന്നത്. അയ്യോ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ അവൻ സഹായിക്കുമോ? പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തുവേശു വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ധൈര്യമായിട്ട് വരിക, അവൻ കൈവിടുകയില്ല. അവന്റെ പർപ്പസ് നിങ്ങളാണ്. അവൻ തന്റെ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. പാപമുള്ളതുകൊണ്ടാണ്, കുറ്റമുള്ളതുകൊണ്ടാണ് മനുഷ്യര് ദൈവത്തിന്റെ അടുക്ക് വരാൻ മടിക്കുന്നത്, ഭയപ്പെടുന്നത്. പക്ഷെ ദൈവത്തെ ഭയപ്പെടരുത്, ബഹുമാനിക്കണം, അവന്റെ അടുത്ത് വരണം. അവൻ നിങ്ങളെ മാനുഷ്യ ഭയത്തിൽ നിന്നും പിശാചിടുന്ന ഭയത്തിൽ നിന്നും രക്ഷിക്കും.